ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ക്യാരറ്റിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് ചെറിയ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇത് കട്ട് ചെയ്യാനുള്ള ബോർഡ്, കത്തി, ക്യാരറ്റ് ക്ലീൻ ചെയ്യാനുള്ളത്, പിന്നെ ഞാൻ ചെറിയൊരു പീസ് അലോവേരയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ആയാലും കുഴപ്പമില്ല. പിന്നെ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സുകൾ വേണം. പിന്നെ സോപ്പിന് ചെറിയ മണം കിട്ടാൻ വേണ്ടി ഞാൻ ലാവണ്ടറിൻ്റെയാണ് എടുത്തേക്കുന്നത്. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി റോസ് വാട്ടർ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇതാണ് സോപ്പ് ബേസ്. ഇത് വേണം. ഇതിന് അളവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഈ അളവിനനുസരിച്ചുള്ള ക്യാരറ്റ് ജ്യൂസാണ് നമുക്ക് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വേണം ഒഴിക്കാനുള്ള, അതിനുള്ള ഇതാണ് മോഡാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടിയത്. എന്തെങ്കിലും ഒരു ഓയിൽ വേണം, ആൽമണ്ട് ഓയിലോ. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. അതിന് ചെറിയൊരു മണം കിട്ടാൻ വേണ്ടി ഇത് പെർഫ്യൂംസ് വേണം. അത് ഇതിന് തന്നെയാണ്, അല്ലാതെ നമ്മുടെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല. ഈ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ തന്നെ ഇത് ലാവണ്ടറിൻ്റെയാണ്. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. പിന്നെ വേണ്ടത് സോപ്പ് ബേസ് വേണം, ക്യാരറ്റ് വേണം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിക്കാം. ആദ്യമായിട്ട് ഇത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 275 ഗ്രാം ഉണ്ട്. അപ്പം 275 ഗ്രാം ഉണ്ടെങ്കിൽ ഈ ക്യാരറ്റ് ജ്യൂസ് ഒരു 25 ml 25 ml 250, 260 ആയാലും കുഴപ്പമില്ല. അതിൽ കുറയാൻ പാടില്ല. ഒരു 250 ഗ്രാമിന് മേളിലെങ്കിലും വേണം. സോപ്പ് ബേസ് എടുക്കണം. ഇതിനെ നമ്മൾ ചെറുതായിട്ട് പീസാക്കി കണ്ടിച്ചെടുക്കണം. അത് ഞാൻ ചെറിയ പീസാക്കി കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നല്ലതുപോലെ അരിപ്പയ്ക്കകത്ത് അരിച്ച ആ ജ്യൂസ്, അതിൻ്റെ അകത്ത് തരികൾ പാടില്ല. നല്ലതുപോലെ അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കണം. ഞാൻ ഈ ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ആലോവേരയുടെ ഒരു ചെറിയ പീസും, ഇത് രണ്ടും കൂടിയാണ് ഇത് ഇങ്ങനെയല്ല എടുക്കേണ്ടത്. ഇതിൻ്റെ 2 സൈഡും കണ്ടിച്ച് കളഞ്ഞ് അതിൻ്റെ ജെല്ലിങ്ങനെ എടുത്ത് വേണം. സൈഡിൽ ആ മുള്ള് ചെത്തിക്കളയണം. കുറച്ച് മതി. ഞാനൊരു തൽക്കാലം കുറച്ച് സോപ്പേ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്നലെ ഞാൻ 1-2 സോപ്പ് ഉണ്ടാക്കി. പഴുത്ത പപ്പയയുടെ സോപ്പും ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഈ അലോവേരയുടെ സോപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മതി. ഇനി ഇത് ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന ജ്യൂസാണിത്. ഇതൊരു 25 ml ആകാവുള്ളൂ. ഈ 275 ഉണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു പാത്രമെടുത്ത് വെക്കണം. അതിനായിട്ട് ഞാൻ എടുത്ത പാത്രമാണിത്. ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാം. അതിന് ഞാൻ ഒരു പാത്രം അടുപ്പേ വെച്ച് തീ കത്തിച്ചു. ഇനി ഇതിലേക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഈ പാത്രം ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട്, പിടിയുള്ളതാണെങ്കിൽ വളരെ ബെറ്ററാണ്. അപ്പോൾ എനിക്ക് പിടിയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പക്കട് വെച്ചാണ് പിടിക്കുന്നത്. ഇങ്ങനെ ഈ പാത്രം എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പിടിക്കണം. തിളച്ച വെള്ളത്തിലേക്ക് വെച്ച് അതിൻ്റെ ചൂടും കൊണ്ട് വേണം ഈ സോപ്പ് ബേസ് ഉരുകി വരാനായിട്ട്. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പാത്രം ഇറക്കി വെക്കണം. ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്. പാത്രം നല്ല വൃത്തിയായിരിക്കണം. നനവ് കാണാൻ പാടില്ല. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഈ പാത്രം ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഈ സോപ്പ് ബേസ് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടണം. ആ തിളച്ച വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഈ സോപ്പ് ബേസ് അലിയും.
അങ്ങനെ നല്ല ലിക്വിഡ് പരുവത്തിലാവും. അങ്ങനെ സോപ്പ് ബേസ് ഞാൻ ആ കട്ട് ചെയ്തത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സോപ്പ് ബേസ് ഇങ്ങനെ നല്ല രീതിയിൽ അലുത്ത് വരുന്നുണ്ട്. മുഴുവനും അലുക്കണം, കട്ട പാടില്ല. അങ്ങനെ നമ്മുടെ സോപ്പ് ബേസ് ഉരുകിയിട്ടുണ്ട്. കുറച്ചുകൂടെ കിടപ്പുണ്ട്. ഇത് മുഴുവനും ഒരു കട്ട പോലും കിടപ്പാൻ പോലും മുഴുവനും അലുക്കണം ഇതിൻ്റെ അകത്ത് കിടന്ന്. ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇതങ്ങ് കട്ട പിടിക്കും. അങ്ങനെ നല്ല രീതിയിൽ മെൽറ്റാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ജ്യൂസ്, ഒലിവ് ഓയിൽ, ആ മണം കിട്ടാനുള്ള പെർഫ്യൂം, പിന്നെ വൈറ്റമിൻ ഇ ഇത്രയും ചേർത്ത് ആ മോളിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. ചൂടോടെ വേണം ഒഴിക്കാൻ. ഞാൻ ഇതിൻ്റെ അകത്ത് കെമിക്കലായിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതായത് കളറിൻ്റെയോ കളർ വരാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള സോപ്പാണ്. കൊച്ചു പിള്ളേർക്ക് വരെയും ഉപയോഗിക്കാൻ പറ്റും. എല്ലാവർക്കും ഉപയോഗിക്കാൻ തരത്തിലുള്ള ഒരു സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി പപ്പയുടെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഇത്. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു കൊറിയൻ രീതിയിലുള്ള ഒരു സോപ്പുണ്ട്, അതും ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് കണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം മെൽറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഒരുപാട് ഇളക്കിയാലുണ്ടല്ലോ പത വരും. ഈ പത വരാതിരിക്കാനായിട്ടൊരു ആസിഡുണ്ട്. അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം എന്നാ വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് കെമിക്കലായിട്ടുള്ള യാതൊന്നും ഇല്ലാതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ നാച്ചുറലായിട്ടുള്ളത് ആണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ചൂടുവെള്ളത്തിലിരുന്ന് ഇതിങ്ങനെ ഉരുകണം. ഇപ്പോൾ ഏകദേശം എല്ലാം നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിക്കാം. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒഴിച്ചു. ഞാൻ 2 എണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് വൈറ്റമിൻ ഇയുടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അലോവേരയുടെ അല്പം ഓയിൽ ഒഴിക്കുന്നുണ്ട്, മുഖത്ത് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും ഒക്കെ ആയിട്ടാണ്. പിന്നെ അല്പം ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ മണം കിട്ടാനുള്ളതാണ്. അത് വളരെ രണ്ട് ഡ്രോപ്പ് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ചെറിയ മണം മതി, ഒരുപാട് വലിയ മണമൊന്നും വേണ്ട. പിന്നെ അല്പം റോസ് വാട്ടർ ഞാൻ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ല രീതിയിൽ
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിക്കാൻ പോവുകയാണേ. ചൂടോടെ ഒഴിക്കണം, കട്ടയാകാൻ നിൽക്കരുത്. പെട്ടെന്ന് ഇതങ്ങ് സെറ്റാകും. അതുകൊണ്ട് ചൂടോടെ തന്നെ നമ്മളങ്ങ് ഒഴിക്കണം. അങ്ങനെ നമ്മളിത് ഒഴിച്ചിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ, മാക്സിമം 3 മണിക്കൂർ വെച്ചാൽ മതി. ഒരു 2-2.5-3 മണിക്കൂർ കൂടി ഇത് സെറ്റാകും. അപ്പോഴേക്കും നമുക്കെടുത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സോപ്പാണിത്. ഞാനിത് ഉപയോഗിച്ച് കാണിക്കുമ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സോപ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കാത്തത്? ഇതിൻ്റെ അകത്ത് ഒന്നും ചേർത്തിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണ്. യാതൊന്നും ചേർത്തിട്ടില്ല, ഒരു കെമിക്കലും ചേർന്നിട്ടില്ല. ഇത് ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി. ഇതിന് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അയച്ചു തരുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് വഴി ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് രണ്ട് നല്ല പത വരുന്നുണ്ട്. നല്ല മണമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. വേണ്ടിവർ കമൻ്റ് വഴി പറഞ്ഞാൽ മതി. ഇതിന് എന്ത് സാധനം വേണേലും ഞാൻ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അയച്ചു തരുന്നതായിരിക്കും. ഈ അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക് യു.